ഇതിപ്പോൾ ഇനി നിങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഇപ്പോൾ ഒന്നോടെ പഠിപ്പിക്കുന്നു, കാരണവന്മാർ പിള്ളേരെല്ലാം അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നു ഞാൻ ചില്ലറ പാടല്ലത്. ജനല് വാതിൽ പിടിപ്പിച്ചേക്കണ എന്തിനാണ്? അത് കാറ്റും വെളിച്ചവും കയറാനാണ്. ഇത് അടച്ചു കൂട്ടി വെച്ചിട്ട് ഇവിടെ ഇരുന്നാൽ മതിയോ? ജനല് തുറന്നാൽ നിങ്ങൾക്ക് അലർജി. ഇത് എന്നത്തിനാണ് ജനലും വാതിലും പിടിപ്പിച്ചാണ്? അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം അങ്ങനെ കല്ല് വെച്ച് പണിതാൽ പോരെ മൊത്തം? ജനലും വാതിലൊന്നും പിടിക്കുക, ജനലിന് അടപ്പ് പിടിപ്പിക്കുക. ജനലിന് അടപ്പ് പിടിപ്പിക്കുകയാണെങ്കിൽ അത് തുറക്കാൻ വേണ്ടിയാണ്, തുറക്കാനടയ്ക്കാണ്. രാത്രി ആയി കഴിഞ്ഞാൽ അടച്ചു വെച്ചാൽ പോരെ? ഇപ്പോൾ തോന്നും കയറുന്നുണ്ട്. പകല് തുറന്നിട്ടാണ് കാറ്റും വെളിച്ചമൊക്കെ കയറേണ്ടത്. കാറ്റൊന്നും കയറേണ്ടത്. ഓക്സിജനൊക്കെ ആവശ്യമുള്ളതാണ് മനുഷ്യന് ജീവിച്ചിരിക്കാൻ. ഇതെല്ലാം കൂടെ അടച്ചു കൂട്ടി വെച്ചിട്ട് പിന്നെ ഇപ്പോൾ കറണ്ട് പോയി വെളിച്ചം വേണം, അല്ലെങ്കിൽ ഇപ്പോൾ പകല് പോയി തുറന്നിട്ട് വേണമെങ്കിൽ വെളിച്ചവും കാറ്റ് വരും. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും വരില്ല. ജനല് തുറന്ന് അടച്ച് ഇപ്പോഴും അടച്ചു വെച്ചിരിക്കുന്നത്. അത് അടച്ചു വെക്കാനാണെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ കല്ല് വെച്ച് അങ്ങ് പടന്ന് വെച്ചാൽ പോരായിരുന്നു. ജനലും വാതിലും കഷ്ടപ്പെട്ട് അവിടെ പിടിപ്പിക്കണ്ടല്ലോ. ജനലിനെ അടപ്പ് പിടിപ്പിക്കണോ? അയ്യോ കറണ്ടും പോയി. അതുകൊണ്ട് ഇപ്പോൾ ജനലുള്ളതിനും ചെറിയൊരു വെളിച്ചം വരുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ രാത്രി കഴിഞ്ഞാൽ പിന്നെ വരില്ല കേട്ടോ. ഇപ്പോൾ ചെറിയൊരു വെളിച്ചം തന്നെ ഉണ്ടോ? അതിപ്പോൾ ഇവിടെ കല്ല് വെച്ച് അടച്ചു വെച്ചേക്കായിരുന്നെങ്കിലോ ഇപ്പോൾ ഇത് ജനലൊന്നും പിടിപ്പിക്കേണ്ടത് മൊത്തം ഇരുട്ടായി പോയിരുന്നു. ഇപ്പോൾ കറണ്ട് പോയിക്കണുണ്ടോ? ഇപ്പോൾ ചെറിയൊരു വെട്ടെങ്കിലും വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ കാറ്റും കയറണം, ഓക്സിജൻ കിട്ടിയില്ല, പിന്നെ ശ്വാസകോശം തകർന്നു എന്നും പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ തന്നെ ആകത്തോടെ ജാമ്യത്തിലോടുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞു തരേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടി വന്നേക്കുക. ഞാനിതൊക്കെ മനസ്സിലാക്കി തുറന്നു വെച്ചിരിക്കുകയാണ് ജനലിൽ കാറ്റ് കയറാനായിട്ട്. നിങ്ങളന്നേരം അത് അടയ്ക്കാൻ നോക്കുന്നു. രാത്രിയൊക്കെ ഞാൻ അടച്ചു വെക്കണം, അല്ലെങ്കിൽ കൊതുക് കയറും. ഓരോ അവസ്ഥകളെ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ യൂട്രസിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളോട് ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ല. അത് അടങ്ങിയിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേദനയാണ് അതാണെന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നിട്ട് കാര്യമില്ല. അത് പറഞ്ഞാൽ കേൾക്കണം. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ വിശ്രമിക്കണം? വിശ്രമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും റെസ്റ്റ് കൊടുക്കുന്നത്. ശരീരത്തിനും മനസ്സിനും വിശ്രമം വേണം എന്ന് ഡോക്ടർ പറഞ്ഞ കേൾക്കണം നിങ്ങളോട്. നിങ്ങളതിനൊന്നും വില കൊടുത്തില്ല. അത് എന്നിട്ടിപ്പോൾ പേടിയാണ്, വേദനയാണ്. പേടിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ നിങ്ങളാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശില്പികൾ നിങ്ങൾ തന്നെ. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നതനുസരിച്ചിരിക്കും അടുത്ത 10 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെ, വേറെ ആർക്കും കൊടുക്കേണ്ടത്. ഇപ്പോൾ വേദന നിങ്ങൾക്ക് തന്നെ, വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അത് കുറച്ച് ചെത്തി വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അത് ഇപ്പോൾ വേദന കുറച്ച് ഇപ്പോൾ നമ്മുടെ ഒരു മിഠായി ഉണ്ടെങ്കിൽ പകുതി വേറെ ആർക്കും കൊടുക്കാൻ മതി. ഇത് അതുപോലെയാണ്, വേദന കൊടുക്കാൻ പറ്റില്ല വേറെ ആർക്കും, നമ്മൾ തന്നെ അനുഭവിക്കുന്നത്.